ഗുഡ് മോർണിംഗ് ഓൾ. രാമകൃഷ്ണൻ TB MD ആൻഡ് CEO ഓഫ് ഷെയർവെൽ സെക്യൂരിറ്റീസ് ലിമിറ്റഡ് ആണ്. ഒപ്പം സെബി രജിസ്റ്റേർഡ് റിസർച്ച് അനലിസ്റ്റ് കൂടിയാണ്. ഈ ഓഡിയോ കേട്ടതിന് ശേഷം ഡിസ്ക്ലെയിമർ കൂടി വായിച്ച് നോക്കണമെന്ന് താല്പര്യപ്പെടുന്നു. ഇന്ന് നമ്മൾ എക്സ്പെക്റ്റ് ചെയ്യുന്ന ഒരു മ്യൂട്ടഡ് സ്റ്റാർട്ടാണ്. ഗ്ലോബൽ മാർക്കറ്റ് സെൻറ്റിമെൻറ്റ് നോക്കുകയാണെങ്കിൽ ഏഷ്യൻ മാർക്കറ്റുകൾ ഓൾമോസ്റ്റ് എല്ലാം തന്നെ ബെറ്ററാണ്. ജാപ്പനീസ് നിക്കി വീണ്ടും പുതിയ 34 ഇയർ ഹൈയിലാണ് ഇന്ന് ട്രേഡ് ചെയ്യുന്നത്. 37,525 ലെവലിലേക്കാണ് ഇന്ന് ട്രേഡ് ചെയ്യുന്നത്. കഴിഞ്ഞ 2-3 ദിവസമായിട്ട് കണ്ടിന്യൂസ് റാലിയാണ് ജാപ്പനീസ് മാർക്കറ്റിലുള്ളത്. അതോടൊപ്പം തന്നെ ഇന്ന് ചൈനീസ് മാർക്കറ്റുകളും ബെറ്ററായിട്ടാണ് ഇന്ന് മോർണിംഗിൽ ട്രേഡ് ചെയ്യുന്നത്. ഇന്നലെ അമേരിക്കൻ മാർക്കറ്റുകൾ ഓൾമോസ്റ്റ് ഫ്ലാറ്റ് ആയിരുന്നു. കൺസ്യൂമർ പ്രൈസ് ഇൻഫ്ലേഷൻ ഡാറ്റ വന്നിരുന്നു. ഡിസംബറിലത്തെ 3.4% ഇയർ ടു ഇയർ. എക്സ്പെക്ട് ചെയ്തേക്കാളും സ്ലൈറ്റ്ലി ഹയർ ആയിരുന്നു. പക്ഷെ കോർ CPI വന്നിട്ടുള്ള 3.9% ആണ്. എക്സ്പെക്ട് ചെയ്തേക്കാളും വളരെ മീഗറായിട്ടുള്ളൊരു അപ്വേർഡ് മൊമെൻറ്റം മാത്രമേ ഉള്ളൂ. ഓവറോൾ വന്നിരിക്കുന്ന ഡാറ്റ പൊതുവെ US ഫെഡറൽ റിസർവിൻ്റെ ഡിസിഷനിൽ എന്തായിരിക്കും ഫർദർ എടുക്കാൻ പോകുന്നത് എന്ന് സംബന്ധിച്ചുള്ളൊരു സംശയമൊക്കെ ഉണ്ട്. അതുകൊണ്ട് തന്നെ വലിയ രീതിയിലുള്ള വൊളാറ്റിലിറ്റിയാണ് അമേരിക്കൻ മാർക്കറ്റിൽ ഇന്നലെ ഉണ്ടായിട്ടുള്ളത്. ഒപ്പം ഗോൾഡ് കമോഡിറ്റിയും നല്ല രീതിയിലുള്ള വൊളാറ്റിലിറ്റിയാണ് ഇന്നലെ കാണിച്ചിട്ടുള്ളത്. ഗോൾഡ് ഇന്നലെ ക്ലോസ് ചെയ്തിട്ടുള്ള $219.20 പെർ ഔൺസിനാണ് ഫെബ്രുവരി ഫ്യൂച്ചേഴ്സ്. പക്ഷേ ഇന്ന് മോർണിംഗിൽ $238.2 പെർ ഔൺസിനാണ് ട്രേഡ് ചെയ്യുന്നത്. ബ്രന്റ് ക്രൂഡ് ഓയിലും ഇന്നലെ വീക്കായിട്ടാണ് ഇന്നലെ ക്ലോസ് ചെയ്തിരുന്നത്. $77.41 പെർ ബാരലിനാണ്. പക്ഷേ ഇന്ന് മോർണിംഗിൽ ബ്രന്റ് ക്രൂഡ് ഓയിൽ ബെറ്റർ ആയിട്ടാണ് ട്രേഡ് ചെയ്യുന്നത്. $79.04 പെർ ബാരലിനാണ്. മെറ്റൽ ഫ്യൂച്ചേഴ്സ് എല്ലാം തന്നെ ഇന്നലെ സ്ലൈറ്റ്ലി ബെറ്റർ ആയിരുന്നു. ഇന്ന് മോർണിംഗിലും ബെറ്റർ ആയിട്ട് തന്നെയാണ് ട്രേഡ് ചെയ്യുന്നത്. മേജറായിട്ട് ഡൊമസ്റ്റിക് ന്യൂസ് ഫ്ലോസ് നോക്കുകയാണെങ്കിൽ Q3 റിസൾട്ടുകൾ വന്നിരുന്നു. ഇൻഫോസിസിൻ്റെയും TCSൻ്റെയും. ഇൻഫോസിസ് സ്ലൈറ്റ്ലി ബിലോ എക്സ്പെക്ടേഷൻ ആണ്. അതേസമയം TCS സ്ലൈറ്റ്ലി എബോ എക്സ്പെക്ടേഷൻ ആണ്. അപ്പോൾ കാര്യമായിട്ട് രീതിയിലുള്ളൊരു നെഗറ്റീവോ പോസിറ്റീവോ ഇമ്പാക്റ്റ് ഒന്നും ഈ സ്റ്റോക്കുകളിൽ എക്സ്പെക്ട് ചെയ്യുന്നില്ല. ഇന്ന് HCL ടെക്കിൻ്റെ റിസൾട്ട് ഉണ്ട്. അതുപോലെ തന്നെ മറ്റു പല കമ്പനികളുടെ റിസൾട്ട് ഉണ്ട്. റിസൾട്ടിനനുസരിച്ചിട്ടുള്ളൊരു മൂവ്മെൻ്റ് ആയിരിക്കാം മാർക്കറ്റിൽ എക്സ്പെക്ട് ചെയ്യാൻ പോകുന്നത്. ഇന്ന് മേജറായിട്ടുള്ളൊരു ഇവന്റ് ഇന്ത്യയിലത്തെ ഏറ്റവും ലോങ്സ്റ്റ് സീ ബ്രിഡ്ജ് പ്രൈം മിനിസ്റ്റർ ഇനാഗ്രേറ്റ് ചെയ്യാണ്. നവി മുംബൈ സിറ്റി ആയിട്ട് ലിങ്ക് ചെയ്യുന്നതാണ്. അറൗണ്ട് 22 കിലോമീറ്റർ ആണ് ഇതിൻ്റെ ടോട്ടൽ ലെങ്ത് വരുന്നത്. 16.5 കിലോമീറ്റർ കടലിന് മുകളിലേക്കൂടെ തന്നെയാണ്. ഇതിൽ L&Tയും ടാറ്റ പ്രൊജക്റ്റൊക്കെയാണ് ഇന്ത്യയിൽ നിന്നുള്ള മേജർ വെൻഡേഴ്സ്. അപ്പോൾ L&Tനെ സംബന്ധിച്ച് ഈ പ്രൊജക്റ്റിൻ്റെ സക്സസ്ഫുൾ ലോഞ്ചിങ് വളരെ പോസിറ്റീവായിട്ടുള്ളൊരു ന്യൂസാണ്. ഒപ്പം ടാറ്റ പ്രൊജക്റ്റിനും ഇത് പോസിറ്റീവായിട്ടുള്ള ന്യൂസാണ്. ഗുജറാത്ത് ഇൻവെസ്റ്റേഴ്സ് സമ്മിറ്റ് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. ടാറ്റ പവർ വലിയ കമ്മിറ്റ്മെൻ്റ് ആണ് നടത്തിയിരിക്കുന്നത്. 70,000 കോടി രൂപ ഇൻവെസ്റ്റ് ചെയ്യുന്നതാണ് പറയുന്നത് റിന്യൂവബിൾ എനർജി രംഗത്ത്. അതുപോലെ തന്നെ മറ്റു പല കമ്പനികളും വലിയ രീതിയിലുള്ള ഇൻവെസ്റ്റ്മെൻ്റ് ആണ് ഓഫർ ചെയ്തിരിക്കുന്നത്. അതോടൊപ്പം തന്നെ റിലയൻസ് ഇൻഡസ്ട്രീസ് മുകേഷ് അംബാനി വീണ്ടും ഏഷ്യയിലത്തെ റിച്ചസ്റ്റ് പേഴ്സൺ ആയിട്ട് വന്നിരിക്കുകയാണ്. ഇന്നലെ റിലയൻസും ജിയോ ഫിനാൻഷ്യൽ സർവീസൊക്കെ നല്ല രീതിയിലുള്ള റാലിയാണ് ഇന്നലെ ഇന്ത്യൻ മാർക്കറ്റിൽ നടത്തിയിട്ടുള്ളത്. അതിൻ്റെ ഒരു ഇമ്പാക്റ്റ് ആണ്. അറൗണ്ട് $101 ബില്യൺ ആണ് മുകേഷ് അംബാനിയുടെ ഇപ്പോഴത്തെ നെറ്റ്വർത്തായിട്ട് വരുന്നത്. ഞാൻ മുമ്പ് സൂചിപ്പിച്ച പോലെ അഡാനി ഗ്രൂപ്പും റിലയൻസ് ഗ്രൂപ്പും തമ്മിൽ ടഗ് ഓഫ് വാർ വരെയാണ്. ആരായിരിക്കും റിച്ചസ്റ്റ് പേഴ്സൺ എന്നുള്ള ഒരു കോമ്പറ്റീഷനാണ്. രണ്ട് ഗ്രൂപ്പ് സ്റ്റോക്കുകളിൽ മുന്നേറുകയാണെങ്കിൽ തീർച്ചയായിട്ടും ഇൻവെസ്റ്റേഴ്സിനെ സംബന്ധിച്ച് വളരെ പോസിറ്റീവാണ്. നല്ല റിട്ടേൺ കിട്ടാൻ സാധ്യതയുള്ള സ്റ്റോക്കുകളൊക്കെയാണ്. അപ്പോൾ ഇന്ന് നമ്മൾ മാർക്കറ്റിൽ എക്സ്പെക്ട് ചെയ്യുന്ന ഒരു മ്യൂട്ടഡ് സ്റ്റാർട്ടാണ്. സ്റ്റോക്ക് സ്പെസിഫിക് ആയിട്ടുള്ള ആക്ഷൻസ് ആണ്. അതോടൊപ്പം തന്നെ റിസൾട്ട് ഇമ്പാക്റ്റ് ഒക്കെ ഉണ്ടാവാം. ഒപ്പം ധാരാളം ന്യൂസ് ഫ്ലോസ് എക്കണോമിക് റിലേറ്റഡും അതുപോലെ തന്നെ ഗുജറാത്ത് ഇൻവെസ്റ്റേഴ്സ് സമ്മിറ്റിൽ നിന്നൊക്കെ ധാരാളം സ്റ്റോക്ക് സ്പെസിഫിക് ആയിട്ടുള്ള ഇൻവെസ്റ്റ്മെൻറ്റിൻ്റെ കാര്യങ്ങളൊക്കെ വരാം. അതിനനുസരിച്ച് അത്തരത്തിലുള്ള മൂവ്മെൻ്റ് ഒക്കെ ആ സ്റ്റോക്കുകളിലൊക്കെ ഉണ്ടാവാനുള്ള സാധ്യതകളുണ്ട്. മാർക്കറ്റിൽ നല്ല രീതിയിൽ റിയാക്ഷൻ വരുമ്പോൾ താഴെ വരുമ്പോൾ നമ്മൾ റെക്കമെൻഡ് ചെയ്തിട്ടുള്ള സ്റ്റോക്കുകൾ ലോങ് ടൈം പോയിന്റ് ഓഫ് വ്യൂ വാങ്ങാൻ കൺസിഡർ ചെയ്യുക. ഒപ്പം നല്ല രീതിയിൽ പ്രോഫിറ്റബിലിറ്റി ഉള്ള സ്റ്റോക്കുകൾ മാർക്കറ്റ് മുന്നോട്ട് പോകുമ്പോൾ കുറേയൊക്കെ പ്രോഫിറ്റ് എടുക്കുന്ന കാര്യം തീരുമാനിക്കുന്നത് നന്നായിരിക്കും എന്നാണ് എൻ്റെ ഒരു സജഷൻ. അപ്പോൾ എല്ലാവർക്കും നല്ലൊരു ട്രേഡിൻ്റെ ആശംസിച്ചുകൊണ്ട് ഞാൻ ഇന്നത്തെ പ്രീ മാർക്കറ്റ് കമൻട്രിയോട് അവസാനിപ്പിക്കുകയാണ്. താങ്ക് യു.